ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, ശരീരം സംസാരിക്കും. എന്താ? ശരീരം സംസാരിക്കും. നമ്മുടെ ശരീരം കള്ളം പറയില്ല. എന്നാൽ വാക്കുകൾ കള്ളം പറയും. വാക്കുകൾ കൺഫ്യൂഷൻ കൊണ്ടുവരും. അതായത് ബോഡി ലാംഗ്വേജ് ഒരിക്കലും കള്ളം പറയില്ല എന്നാണ് സാധാരണ പറയാറ്. അതായത് ബോഡി നെവർ ലൈസ്. ഓക്കെ, ബോഡി നെവർ ലൈസ്. ഈ ശരീരം സംസാരിക്കും, അല്ലെങ്കിൽ ശരീരഭാഷ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഒരു പുതിയ കണ്ടുപിടുത്തമല്ല. പണ്ട് 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 പ്രീ ഹിസ്റ്റോറിക് ഏജ് മുതൽ ഉണ്ട്. ഉദാഹരണത്തിന് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അമ്മ എങ്ങനെയാ കുഞ്ഞിനെ മനസ്സിലാക്കുന്നത്? കുഞ്ഞിൻ്റെ സംസാരം കൊണ്ടല്ല, കുഞ്ഞ് പറയുന്ന വാക്കുകളുടെ ബേസിലല്ല. എങ്ങനെയാ? കുഞ്ഞിൻ്റെ ചലനം, ഓക്കെ, കുഞ്ഞിൻ്റെ കരച്ചില്, ഓക്കെ, കുഞ്ഞിൻ്റെ പ്രകൃതം, അത് കണ്ട് അമ്മ മനസ്സിലാക്കും. ചലനം കണ്ട് മനസ്സിലാക്കും. ഉദാഹരണത്തിന് കുഞ്ഞ് ഒന്ന് ചലിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് കരഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാകും അത് ഉറക്കത്തിനാണോ കരയുന്നത്, അതോ ഡയപ്പർ മാറ്റാനാണോ കരയുന്നത്, അതോ വിശന്നിട്ട് പാല് കുടിക്കാനാണോ കരയുന്നതെന്ന് അമ്മയ്ക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അമ്മയ്ക്ക് മനസ്സിലാവും. ഈ രണ്ടാമത് ചിരിയല്ലേ? എല്ലാ സംസ്കാരത്തിലും എല്ലാ മനുഷ്യരുടെ ഇടയിലും ചിരി എന്താ കാണിക്കുന്നത്? സന്തോഷം. എനിക്ക് തോന്നുന്നു പ്രകൃതിയിലെ ചിരി കാണിക്കുന്നത് സന്തോഷമാണ്. ഇനി അടുത്തൊരു ആംഗ്യമാണ് നമ്മളിങ്ങനെ കാണിച്ചാൽ. സിസ്റ്റർ സംസാരിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ കാണിച്ചെന്നാൽ ഗുഡ്, കൊള്ളാം, അല്ലേ? ഈ ശരീരഭാഷയിലൂടെ തന്നെ നമുക്ക് പിടികിട്ടി. ഇനി നോക്കിയാൽ ഒരു കാര്യം ഒരാൾ സിസ്റ്ററിനോട് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്താണ്? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓ, അങ്ങനെയാണോ? അത് ആ ഇൻട്രസ്റ്റ് അല്ലേ കാണിക്കണേ? സിസ്റ്റർ വേറെ ഒന്നും പറയുന്നില്ല. രണ്ടാമത് ഞാൻ കാണിക്കുകയാണ്, കൊച്ചുകുട്ടികളൊക്കെ തല ഇങ്ങനെ ആട്ടുവാണ്, ഇടത്തോട്ടും വലത്തോട്ടും. എന്താ കാണിക്കണേ? എനിക്ക് വേണ്ട വേണ്ട വേണ്ട, അതല്ലേ കാണിക്കുന്നത്. ഇനി തംസപ്പോ, കൊള്ളാം, ഗുഡ്, ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്, നടക്കട്ടെ, കൊള്ളാം, ഉഷാറാണ്. ഇങ്ങനെ കാണിച്ചാലോ? നിങ്ങൾ പറയുന്ന ആശയത്തോട് ഞാൻ അത്ര യോജിക്കുന്നില്ല, ആ വീഡിയോ അത്ര ശരിയായില്ല, അതല്ലേ കാണിക്കുന്നത്, തംസ് ഡൗൺ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ശരീരം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ശരീരം കള്ളം പറയില്ല. വാക്കുകൾ കൊണ്ട് നമുക്ക് മാജിക് ഉണ്ടാക്കാം, പക്ഷേ ശരീരം കള്ളം പറയില്ല. ഇനി ശരീരഭാഷ നമ്മൾ ഒന്ന് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്പെഷ്യലി സിസ്റ്റർ ഇന്ന് പറഞ്ഞു തരുന്നത് മക്കളെ നമുക്ക് ശരിയാകാൻ വേണ്ടിയാണ്. നമ്മുടെ ശരീരഭാഷ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉള്ളത്, നല്ല ഹൈ പവർ ആകാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒഴിവാക്കേണ്ടത് ചിലത് ഒഴിവാക്കാനും നമ്മളെന്നും കൊണ്ട് നടക്കേണ്ട, പരിശീലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ് സിസ്റ്റർ പറയുന്നത്. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, അല്ലാതെ മറ്റുള്ളവരെ നോക്കി വിധിച്ച് ജഡ്ജ് ചെയ്യാനുള്ളതല്ല. ഓക്കെ, ഇനി നമ്മൾ ഒരാളുടെ ശരീരഭാഷ ശരിക്കും നമ്മളിങ്ങനെ ഇത് ഇന്നതാണ് എന്ന് പറയണമെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ? 4C എന്ന് പറയും. 4C നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത്തെ C എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സിഗ്നൽ നമ്മുടെ ശരീരം തരും. ഓക്കെ, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് ഇത് ഇതായിരിക്കാം എന്ന് പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, സിസ്റ്റർ ഒരു ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് കാണിച്ചു തരാം. ഓക്കെ, കൈ, അന്നേരം കാല് ഇങ്ങനെ ക്രോസ് ചെയ്ത്, ഓക്കെ, നമ്മൾ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ കാലിങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. ഇതെന്താ കാണിക്കുന്നത്? എന്തായിരിക്കും? ഓക്കെ, ഒന്നിൽ കൂടുതലുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചത്, കൈ മടക്കി, ഇനി ചുരുട്ടിയാണ് പിടിക്കുന്നത്. ഓക്കെ, കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു. കാല് ഇരിക്കുവാണെങ്കിലോ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വെക്കും. ക്രോസ് ചെയ്ത് ഒരാൾ സംസാരിക്കുകയാണ്, നമ്മളിങ്ങനെ കേൾക്കുവാണ്. അപ്പോൾ കേട്ടോ, കണ്ണിൽ ഐ കോണ്ടാക്റ്റ് ഇല്ല, ഒന്ന്. രണ്ടാമത്തത് കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇച്ചിരി കൗച്ച് ചെയ്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. കണ്ണുകൾ സ്ട്രെയിറ്റ് അല്ല ഇരിക്കുന്നത്, താഴോട്ട്. ഇങ്ങനെ കാല് ക്രോസ് ചെയ്ത്. ഇതെന്നാ കാണിക്കുക? ഡിഫെൻസീവ് മെക്കാനിസമാണ്. 100% ശരിയല്ല, ആകാതിരിക്കാം കേട്ടോ. അപ്പോൾ ഈ കുറേ ക്ലസ്റ്റർ, ഒന്നിൽ കൂടുതൽ സിഗ്നൽ തരുമ്പോൾ അത് കാണുക ഡിഫെൻസീവാണ്. ഇപ്പോൾ ഒരാൾ എന്നെ വഴക്ക് പറയുകയാണ്, ഓക്കെ, എൻ്റെ സാർ എന്നെ വഴക്ക് പറയുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ ഒന്ന് കേൾക്കുമായിരിക്കും. അതെന്നാ എനിക്ക് പറയാൻ അത്ര ശരിയല്ല എങ്കിലും നമ്മൾ കേൾക്കുന്നു. ഓക്കെ, ഡിഫെൻസീവ് മെക്കാനിസം ക്രിട്ടിക്കലാണ്, അതൊക്കെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലസ്റ്റർ. രണ്ടാമത്തത് കോൺഗ്രുവൻസ്. എന്താ
കോൺഗ്രുവൻസ് എന്ന് വെച്ചാൽ ഒരു പൊരുത്തം വേണം. ശരീരഭാഷയും വാക്കുകളും തമ്മിൽ പൊരുത്തം വേണം. ഉദാഹരണത്തിന് എന്നാ സിസ്റ്ററിൻ്റെ പള്ളിയിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ചേച്ചിയെ കണ്ടു. ഓക്കെ, ചേച്ചി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ച, ചേച്ചി സുഖമായിരിക്കുന്നോ, വീട്ടിലെല്ലാവരും ഓക്കെ ആണോ, ഹസ്ബൻഡൊക്കെ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയുകയാണ് സുഖമാണ് എന്ന് പറഞ്ഞിട്ട്, സുഖമാണെന്ന് പറഞ്ഞു. പക്ഷെ ചേച്ചിയുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുവാണ്, ശബ്ദം ഇച്ചിരി ഇടറിപ്പോയി. അതെന്നാ? വാക്കുകൾ ഒന്ന് പറയുന്നു, ശരീരം വേറെ ഒന്ന് പറയുന്നു, അതല്ലേ? അപ്പം ഇത് രണ്ടും കൂടി ഒരു യോജിപ്പ് വേണം, അല്ലെങ്കിൽ ഇവിടെ എന്താ ഒരു ഗഡുബിടുണ്ടെന്നാണ് അതിനർത്ഥം. ശരീരവും ഭാഷയും വാക്കുകളും ചേർന്ന് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പം എത്രയായി? 2ആയി. ഒന്ന് ക്ലസ്റ്ററായി, കോൺഗ്രുവൻസായി. മൂന്നാമത്തത് കോണ്ടെക്സ്റ്റ്. എന്താ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ആ സാഹചര്യം. ഉദാഹരണത്തിന് ഇങ്ങനെ നിൽക്കുന്നത്, ഓക്കെ, തണുപ്പ്, നല്ല തണുപ്പാണ്. തണുപ്പ് കൂടി നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വെക്കില്ലേ, കൈ വയ്ക്കാം, ഓക്കെ, അത് സാഹചര്യം ഒന്നാണ്. രണ്ടാമത്തത് ഒരാളെന്നെ നന്നായിട്ട് വഴക്ക് പറയാണ്, അല്ലെ ഭയങ്കര ഉപദേശമാണ്, ഒക്കെ കുറേ ലെന്ന ഉപദേശമാണ്. ഇങ്ങനെ നിന്നൂടെ, ഇങ്ങനെ നിന്ന് കേൾക്കാം. ഓക്കെ, ഇനി എനിക്ക് ഒരു തർക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം, പ്രശ്നമാണ്. അപ്പോൾ അതിലും എനിക്ക് കൈകെട്ടി നിൽക്കാം. ഓക്കെ, അപ്പോൾ സെയിം സാധനം, കോണ്ടെക്സ്റ്റ് വ്യത്യാസമാണ്. കിട്ടിയല്ലോ? അപ്പോൾ ഇനി അടുത്ത ലാസ്റ്റ്, ഒന്നാമത്തത് ക്ലസ്റ്റർ, കോൺഗ്രുവൻസ്, കോണ്ടെക്സ്റ്റ്, കൾച്ചർ. ഓക്കെ, കൾച്ചർ നമ്മൾ പഠിപ്പിക്കണേനാ മക്കളെ മുഖത്ത് നോക്കി സംസാരിക്കണം, കണ്ണിൽ നോക്കി സംസാരിക്കണം. അപ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് ആത്മവിശ്വാസം ആണ് കാണിക്കുന്നത്. എന്നാൽ ചില രാജ്യങ്ങളിൽ സിസ്റ്റർ കേട്ടിട്ടുണ്ട് കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് അനാദരവാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വഴക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് കണ്ണി നോക്കി സംസാരിക്കത്തില്ല. അത് ബഹുമാനക്കുറവ് കൊണ്ടല്ല, ആത്മവിശ്വാസം പോയിട്ടല്ല, അത് ചിലപ്പോൾ ആദരവിൻ്റെ അടയാളമായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ പല കാര്യങ്ങളും കൾച്ചറും കോണ്ടെക്സ്റ്റും ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ബോഡി ലാംഗ്വേജ് തീരുമാനിക്കാൻ. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. ഇനിയുള്ള കാര്യങ്ങൾ പക്ക സിസ്റ്ററിനെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട, നമ്മൾ കൊണ്ട് നടക്കേണ്ട ചില ശരീരഭാഷ പറഞ്ഞു തരട്ടെ. ശ്രദ്ധിച്ചിരിക്കോ, കേൾക്കോ, പ്രാക്ടീസ് ചെയ്യുക. പ്രോമിസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത്, മക്കൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാം ഉറക്കം വരുന്നു, ക്ഷീണം വരുന്നു, ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാൻ സാധ്യതയില്ലേ? ആണ്. അപ്പോൾ ഇരിക്കേണ്ട പൊസിഷൻ തുറന്ന്, എന്ന് വെച്ചാൽ ഓപ്പൺ ആംസ്, ഓപ്പൺ ബോഡി. അതായത് പ്രത്യേകിച്ച് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സെഷൻ, ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ കൈ തുറന്ന് വെക്കണം, കാല് തുറന്ന് വെക്കണം. സാധാരണഗതിയിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാനാണ് സാധ്യത. ഓപ്പൺ ബോഡി ഷോസ് ഓപ്പൺ മൈൻഡ് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇത് റിസീവിങ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇരുന്ന് കേൾക്കത്തില്ലേ, അപ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇരിക്കണേക്കാട്ടിലും കൈയൊക്കെ തുറന്ന് കാല് തുറന്നിരുന്ന് പഠിക്കുമ്പോൾ, കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഇൻടേക്ക് കുറച്ചുകൂടി നന്നായി തരും. കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടിരിക്കാം, കുറച്ച് കൂടുതൽ സമയം പഠിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇരുന്നാൽ വേഗം ഉറങ്ങിപ്പോകാനും നമുക്ക് മൂഡ് ഓഫ് ആകാനും ഉഷാറ് കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്? പഠിക്കുമ്പോഴും ഒരു കാര്യം കേൾക്കുമ്പോഴൊക്കെ ഓപ്പൺ ബോഡി ആയിരിക്കണം. കൈ തുറന്ന് വെക്കണം, കാല് ക്രോസ് ചെയ്യരുത്, തുറന്ന് വെക്കണം. ഓക്കെ, ഇനി അടുത്ത മക്കളോട് സിസ്റ്റർ പറയാൻ പോകുന്നത് ഹൈ പവർ പോസ്. എന്താ ഹൈ പവർ പോസ്? അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ലോ പവർ പോസ്. ഈ ഹൈ പവർ പോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം നിൽക്കുമ്പം തന്നെ ചില കാര്യങ്ങൾ നമുക്ക് തരും. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, ആ പോസ് എടുക്കുമ്പം തന്നെ തരും. ഉദാഹരണത്തിന് സൂപ്പർ ഹീറോസൊക്കെ നിങ്ങൾ പടത്തിൽ കണ്ടിട്ടില്ലേ, അവർ നിൽക്കുന്നേ? പണ്ടത്തെ ശക്തിമാൻ ഒരു സീരിയലുണ്ടായിരുന്നു. ശക്തിമാൻ എന്ന് പറയുമ്പോൾ പുള്ളി നിൽക്കുന്ന ഒരു പോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്പൈഡർമാനൊക്കെ പോകുന്നതിന് മുമ്പൊക്കെ ഒരു പോസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 കാല് ഇച്ചിരി അകത്തി വെക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ 2 കൈ ഇങ്ങനെ ചുരുട്ടി നമ്മളെ ഇടുപ്പിൽ ഇങ്ങനെ പിടിക്കും. അന്നേരം നമ്മുടെ നെഞ്ചൊക്കെ ഇങ്ങനെ വിരിച്ചിങ്ങനെ നിൽക്കും. ഓക്കെ, കഴുത്തൊക്കെ സ്ട്രെയിറ്റ് ആക്കി, കണ്ണൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇത് എത്ര സമയം? 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ നിന്നാൽ. റിസർച്ച് എന്ന് വെച്ചാൽ എന്താ? ഒരു കാര്യം ഗഹനമായി പഠിച്ച് ആധികാരികമായി സയൻറ്റിഫിക് അതിൽ സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ പഠിച്ച് ഒരു കാര്യം തന്നെയാണെന്ന് തെളിയിക്കുന്നതാണ് റിസർച്ച് സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ ആ റിസർച്ച് സ്റ്റഡീസിൽ പറയണത് ഇങ്ങനെ 2 മിനിറ്റ് നിൽക്കുമ്പോൾ
നമുക്ക് ആത്മവിശ്വാസം കൂടും. എന്താണ്? ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടും. അടുത്ത തന്നെ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു മതിപ്പ് തോന്നും. ഓക്കെ, നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു വിലയൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, ഇനി മൂന്നാമത്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം ശരിയാവും. അപ്പം വാക്കുകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും. മനസ്സിലായോ? ഇനി വേറൊരു സംഭവം പറയുന്നത് ടെസ്റ്റോസ്റ്റെറോൺ, ഒരു ഹോർമോൺ. ഓക്കെ, ഈ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന് ശക്തിയും വളർച്ചയും ലൈംഗികാരോഗ്യമൊക്കെ തരുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ 2 മിനിറ്റ് നമ്മളിതുപോലെ ഹൈ പവർ പോസിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ 20% ഇൻക്രീസ് ചെയ്യും. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ സ്ട്രെസ് ഹോർമോൺസ് അല്ലേ, കോർട്ടിസോൾ, അതൊരു സ്ട്രെസ് ഹോർമോണാണ്. അപ്പോൾ സ്റ്റഡീസ് പറയുന്നത് നമ്മളിങ്ങനെ 2 മിനിറ്റ് ഹൈ പവർ പോസ്, വേറെ 2-3 പോസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ നിൽക്കുമ്പോൾ 2 മിനിറ്റ് നമ്മൾ നിൽക്കുമ്പോൾ 25% കോർട്ടിസോൾ റെഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ശരിക്കും നമ്മളെ ശരീരത്തെ അങ്ങനെ ഒരു ചിട്ടയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ 25% സ്ട്രെസ് ഹോർമോൺ റെഡ്യൂസ് ആകും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഹൈ പവർ പോസാണ് ഇത്. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത് മക്കളെ? നമ്മൾ സ്പെഷ്യലി നമ്മൾ ബോറടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ തളർന്ന് അയ്യോ ഇനി ശക്തിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വാടിയിരിക്കുമ്പോഴൊക്കെ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം അതെ ഇങ്ങനെ നമ്മൾ ടേബിളിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കത്തില്ലേ, ഒരു കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുക, അതും നമുക്കൊരു ഹൈ പവർ പോസാണ്. ഓക്കെ, ഇനി നമ്മൾ ഇരിക്കുമ്പോൾ വിചാരിക്കുക ഇതൊരു കസേരയാണ്, ഇങ്ങനെ ഇരിക്കില്ല, ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ പോസ് ചെയ്യത്തില്ലേ. അപ്പോൾ ഇതുപോലെ പിടിക്കുന്നത് കണ്ടോ, ഓപ്പൺ ആണ്, ശരീരം ഓപ്പൺ ആണ്, ഇങ്ങനെ ഇരിക്കുന്നത് ഹൈ പവർ പോസാണ്. ഇനി നമ്മൾ ചിലപ്പോഴേക്കും നമ്മൾ ബോറടിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യാനാണ്, പക്ഷേ അത് നല്ലതാണ്. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ലേ, കാലൊക്കെ നീട്ടി വെച്ച് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ നമ്മുടെ ശരീരം ആ ഹൈ പവറിലേക്ക് നമ്മുടെ എനർജി കൂട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഇനി സിസ്റ്റർ പറയാൻ പോകുന്നത് ലോ പവർ പോസ്. ലോ എന്ന് പറയുമ്പോൾ കുറവല്ലേ, നമ്മൾ കൊണ്ട് നടക്കേണ്ടതല്ലാത്ത, അതായത് നമ്മൾ ശീലിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നല്ലതല്ലാത്ത ചില പോസുകൾ സിസ്റ്റർ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഉദാഹരണത്തിന് സിസ്റ്റർ കസേരയിൽ ഇരിക്കുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതുപോലെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നമ്മൾ ഇരിക്കില്ലേ ചിലപ്പോഴൊക്കെ ബോറടിക്കുമ്പോഴൊക്കെ, ഇത് ലോ പവർ പോസാണ്. എന്താണ്, നമുക്ക് ബോറടിക്കുമ്പോൾ, ടെൻഷൻ അടിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു പരീക്ഷയ്ക്ക് പോവാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്, അടുത്ത നമ്മളാണ് കയറേണ്ടത്, അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ലോ പവർ പോസ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ നിൽക്കണം. ഓക്കെ, അത് നമുക്കൊരു എനർജി, ആത്മവിശ്വാസം, കോൺഫിഡൻറ്റ്, എന്താണ് നമ്മുടെ ഹോർമോണിനെ പോസിറ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു പോസിറ്റീവ് ലുക്കൊക്കെ തരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ഒഴിവാക്കാം. ഓക്കെ, ഇനി അടുത്തിരിക്കുമ്പോഴാണ് സാധാരണ നമ്മൾ ഒരു ഇൻ്റർവ്യൂ ഒക്കെ പോകുമ്പോൾ സാധാരണ കാണുന്ന ഒരു സംഭവമാണ്, കാല് ചിലപ്പോൾ ക്രോസ് ചെയ്തിട്ട് കൈ ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നു. ഓക്കെ, ചിലപ്പോൾ ദൂരം നോക്കുന്നു, ശരിക്കും നമ്മുടെ കണ്ണ് സ്ട്രെയിറ്റ് ആകണമെന്നില്ല, അവിടെയോ താഴെയൊക്കെ നോക്കിയിരിക്കുന്നു. ഇതും ലോ പവർ പോസാണ്. ഓക്കെ, ശരീരം ചുരുണ്ടിരിക്കുന്നു, കൂടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കരുത്, നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ക്ലാസ് ക്രോസ് ചെയ്ത്, ഇതൊക്കെ എന്നാ ലോ പവർ പോസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് താരതമ്യേന ഇതൊക്കെ ഒഴിവാക്കി ഏതൊക്കെ എടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ വിഷമം തോന്നുന്നു അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവാണ്, വെറുതെ എണീറ്റ് തന്നെ ഒരു 2 മിനിറ്റ് ഇങ്ങനെ നിൽക്കുക, ചെയ്യില്ലേ? അപ്പോൾ സിസ്റ്റർ ഹൈ പവർ പോസും പറഞ്ഞു തന്നു, ലോ പവർ പോസും പറഞ്ഞു തന്നു. ഏതാ ചെയ്യേണ്ടത്? ഹൈ പവർ. കുറച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നത് പിന്നെ അത് സ്ഥിരമായിട്ട് അങ്ങനെ വന്നോളും. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കണം, നമ്മുടെ കണ്ണ്. ഓക്കെ, ഐ കോണ്ടാക്റ്റ് എന്ന് പറയാം. 3 തരത്തിൽ നമുക്ക് നോക്കാം. ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൊതുവേദികളിലൊക്കെ പോകുമ്പോൾ നമുക്ക് 3 തരത്തിൽ നോക്കാം. ഓക്കെ, ഒന്നാമത്തത് നോക്കിക്കേ സിസ്റ്ററിൻ്റെ ഈ നെറ്റിയിൽ, ഓക്കെ, ഈ ഫ്രെയിം വർക്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ ലലല സംസാരിക്കുക. ഓക്കെ, ഇതിനെ പറയണത് ബിസിനസ് ഐ. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ലുക്ക് ഈ ഭാഗങ്ങളിലായിരിക്കും. ഓക്കെ, ഇവിടെയായിരിക്കും. അപ്പോൾ അത് സാധാരണ പറയുന്നത് ഒരു ഗൗരവം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സംസാരത്തിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ ഒരു ത്രികോണം ഇവിടെ വരച്ച എങ്ങനെ ഇരിക്കും അതുപോലെ ഇവിടെയായിരിക്കും നോക്കുന്നത്. ഓക്കെ,
ബിസിനസ് ഐ. ഓക്കെ. രണ്ടാമത്തത് സോഷ്യൽ ഐ. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരു കമ്മ്യൂണിറ്റിയോട് ഇടപെടുമ്പോൾ നമ്മുടെ സംസാരം ഈ നെറ്റിയിൽ, ഈ കണ്ണിൽ, വായിൽ, ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ നോക്കി സംസാരിക്കും. കണ്ണി നോക്കി സംസാരിക്കും, കൂടുതൽ സമയം ചുണ്ടിൽ നോക്കി സംസാരിക്കും. അതായത് ഈ ഫ്രെയിം വർക്കിൽ നിൽക്കും, നമ്മുടെ മുഖത്തിൽ നിൽക്കും. ഓക്കെ, അതിന് സോഷ്യൽ ഐയിങ് എന്ന് പറയും. ഓക്കെ, അത് നമ്മുടെ സാധാരണ ഇടപെടലുകൾ, ഒരു തുറന്ന സംസാരം, പിന്നെ എന്താ, നല്ലതാണ്, അപ്പീലിംഗ് ആയിട്ടുള്ളതാണ്. സാമൂഹികമായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ, സമൂഹത്തോട് സംസാരിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മുടെ നിൽക്കാം. ഇനി അടുത്തത് മൂന്നാമത്തത് ഏതാ? ഇൻറ്റിമേറ്റ് ഐയിങ്. ഓക്കെ, ഇൻറ്റിമേറ്റ് ഐയിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും, പ്രത്യേകിച്ച് കഴുത്തിൻ്റെ താഴ്ഭാഗം തൊട്ട് സ്കാൻ ചെയ്യുന്നത്, അത് ഇൻറ്റിമേറ്റ് ഐയിങ് എന്ന് പറയുന്നത്. ഇൻറ്റിമേറ്റ് ആയിട്ട് നോക്കുന്നതാണ്. ഓക്കെ, അത് ദാമ്പത്യ ബന്ധം, പ്രണയം, ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഇങ്ങോട്ട് വരാം. എന്നാലും അത്ര നമുക്ക് ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ കഴുത്തിൻ്റെ താഴോട്ട് നോക്കുന്നത്, ഒരു വ്യക്തിയുടെ താഴ്ഭാഗം നോക്കുന്നത് അത്ര ശരിയായിട്ടുള്ള രീതിയല്ല. ഓക്കെ, ഏറ്റവും ബെസ്റ്റായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു നോട്ടം എന്ന് പറയുമ്പോൾ കണ്ണി നോക്കി സംസാരിക്കുക, ഇവിടെ മുഖത്തിൽ ഈ ഫ്രെയിം വർക്കിൽ തന്നെ ഒതുക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞു തന്നു? 3 തരത്തിൽ നോക്കാം. ഒന്ന് ബിസിനസ് ഐ, രണ്ടാമത്തെ സോഷ്യൽ ഐ, മൂന്നാമത്തെ ഇൻറ്റിമേറ്റ് ഐ. നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്യേണ്ടത്? സോഷ്യൽ ഐ. ഓക്കെ, അടുത്ത ഒരിതാണ് നമ്മുടെ പുഞ്ചിരിയില്ലേ. പുഞ്ചിരി പല്ലുകൊണ്ട് 3 തരത്തിൽ അതിന് സംസാരിക്കാം. ഓക്കെ, ഒരു പുഞ്ചിരി. ഓക്കെ, സിമ്പിൾ സ്മൈൽ എന്ന് പറയും. സിമ്പിൾ സ്മൈൽ എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് എന്താ ചെയ്യുക, നിങ്ങൾ എൻ്റെ ഒരു ഗുഡ് മോർണിംഗ് പറയുവാന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് തിരിച്ചു പറയില്ല, എൻ്റെ മുഖം നോക്കി നിങ്ങൾ എടുത്തേക്കണം. ഓക്കെ, ഒന്നാമത്തെ ഗുഡ് മോർണിംഗ്. ഇനി രണ്ടാമത്തെ സിസ്റ്റർ നിങ്ങൾ പറയാണ് ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ ഗുഡ് മോർണിംഗ്. ഏതാ കൂടുതൽ ഇഷ്ടം? ഒന്നാമത്തതും ഇതാണ്, രണ്ടാമത്തതായിരിക്കാനാണ് സാധ്യത അല്ലേ? ഒന്നാമത്തത് സിമ്പിൾ, പല്ലുവിളി കാണിക്കത്തില്ല. അപ്പോൾ ഇത് പറയുന്നത്, ഇതിനെ സിമ്പിൾ സ്മൈൽ, നോൺസെൻസ് സ്മൈൽ എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്നിൽ തന്നെ ഹാപ്പിയാണ്, നിങ്ങൾ പറഞ്ഞാലില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, ഐ ആം ഹാപ്പി വിത്ത് മൈ സെൽഫ്. ഓക്കെ, അതാണ്. അപ്പോൾ രണ്ടാമത്തതാണ് എൻ്റർടൈനിങ് സ്മൈൽ. അതിനൊരു വാംത്ത് ഉണ്ട്. നിങ്ങൾ പറയണത് സിസ്റ്റർ കേട്ടു, ഞാൻ തിരിച്ച് പറഞ്ഞില്ലെങ്കിലും ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഈ മുകൾ നിര പല്ല് കാണിച്ചുള്ള ചിരി, അപ്പർ ലിപ്പ് സ്മൈൽ എന്ന് പറയും. ഓക്കെ, അപ്പർ ലിപ്പ് സ്മൈൽ കുറച്ചുകൂടി നല്ലതാണ്. എന്താ, എൻ്റർടൈനിങ്, നമ്മൾ അവരെയും കൂടി ചേർത്ത് വയ്ക്കുന്നു, അതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് സ്മൈൽ എന്ന് പറയുമ്പോൾ ബ്രോഡ് സ്മൈൽ. അതേ നമ്മൾ എന്തെങ്കിലും ജോക്കൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി കോമഡി കേട്ടപ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കത്തില്ലേ ഒരാൾ അപ്രതീക്ഷ, അപ്പം നമ്മുടെ വാ തുറക്കും, മുകൾ നിരപ്പല്ലും താഴ്നിരപ്പല്ലും ഒക്കെ കാണിച്ച് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐ കോണ്ടാക്റ്റ് ഒന്നും കാണത്തില്ല. പക്ഷെ രണ്ടാമത്തേൽ ഐ കോണ്ടാക്റ്റ് ഉണ്ടാവേ, ഇങ്ങനെ അറിയാം അയാളെ നോക്കിച്ചിരിക്കുന്നത്. അപ്പോൾ മക്കളെ, നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ബെസ്റ്റ് സ്മൈൽ എന്ന് സാധാരണ പറയുന്നത് രണ്ടാമത്തതാണ്. ഇച്ചിരി പല്ലൊക്കെ കാണിച്ച്. അപ്പോൾ കണ്ടോ, ശരീരം സംസാരിക്കുന്നത്, നമ്മൾ വാക്കൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയിക്കും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേട്ടെ. ഓക്കെ, നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ തുമ്പത്ത് ഹാൻഡ് ഷേക്ക് കൊടുക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇത് ലോ സെൽഫ് എസ്റ്റീമാണ്, ഇങ്ങനെ ഒന്നും തുമ്പത്ത് കൊടുക്കരുത്, അത് ശരിയല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഇതിപ്പോൾ വേറൊരു ഹാൻഡാണ്, വേറൊരു ആളുടെ കൈയാണ്. അപ്പോൾ ഹാൻഡ് ഷേക്ക് എടുക്കുമ്പോൾ ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇയാൾ നന്നായി പിടിക്കുന്നു, പക്ഷേ ഇയാൾ ഓക്കെ, ഇതും അദ്ദേഹത്തിന് തന്നെ ഒരു വിലയില്ല. ഓക്കെ, നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ സിസ്റ്റർ ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുമ്പോൾ ലോ സെൽഫ് എസ്റ്റീം. ഇപ്പോൾ സിസ്റ്റർ ഒരു കമ്പനി നടത്തുന്ന ആളാണ്. ഓക്കെ, ഞാൻ കമ്പനി നടത്തുമ്പോൾ A+ ആണ് വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ, A+കാരനാണ്. പക്ഷേ ഹാൻഡ് ഷേക്ക് തന്നപ്പോൾ ഇതുപോലെ. ഓക്കെ, എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ കമ്പനിയിൽ എടുക്കത്തില്ല, എൻ്റെ കമ്പനിയിൽ. കാരണം പുള്ളിയെ പറ്റിയ വിലയില്ല. അപ്പം പിന്നെ എൻ്റെ കമ്പനിയെ പറ്റി അദ്ദേഹത്തിന് അഭിമാനം തോന്നുമോ? അതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു നിഗമനത്തിൽ ഒരു മുതലാളി എന്നുള്ള നിലയിൽ ഞാൻ എത്തുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ എടുക്കില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചിലവർ ഹാൻഡ് ഷേക്ക് തരുമ്പോഴേ, എല്ലാവരും അല്ല, വിരളം ചിലവർ ഇവിടെ ഇങ്ങനെ തോണ്ടി ഒരു ഹാൻഡ് ഷേക്ക് തരും. അങ്ങനെയുള്ളവരൊക്കെ 10 അടി അകലത്ത് നിർത്തിയേക്കണം കേട്ടോ. അത് ഫ്രണ്ട്ഷിപ്പിനപ്പുറം എന്തോ പ്രതീക്ഷിക്കുന്നു. അതാണ്
അതിനർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ ഹാൻഡ് ഷേക്ക് തന്നാലും തീരത്തില്ല, ഇങ്ങനെ തടവി തടവി ഇങ്ങനെ 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 പിടിച്ച് നിൽക്കും. അതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ്, ചിലപ്പോൾ ഒരു സെക്ഷൽ ലെവലിലുള്ള സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ എന്തായാലും അത് അത്ര ഹെൽത്തി ഹാൻഡ് ഷേക്ക് അല്ല. ഓക്കെ, അപ്പോൾ ഈ തടവി ഫൈയും ഈ തൊണ്ടി ഫൈയും ഈ തുമ്പത്ത് പിടിക്കുന്നതൊക്കെ മക്കൾ കൊടുക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെ വാങ്ങുന്നവരെയും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെ ബെസ്റ്റ് ഹാൻഡ് ഷേക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ്. അതെങ്ങനെയാണ് കാണിച്ചു തരിക? വിചാരിക്കുക നിങ്ങൾ ആരാണ്? ഒബാമയാണ്. ഓക്കെ, ഞാൻ ആരാ? രാഹുൽ ഗാന്ധി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടുപേരും നല്ല ഗ്രേറ്റ് ലീഡേഴ്സാണ്. രണ്ടുപേരും കുറേ ലോകത്തിന് സംഭാവന നൽകിയിട്ടുള്ളതും അവർ ആദരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളാണ്. അവർ രണ്ടുപേരും ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുമോ, തോണ്ടിഫൈ ചെയ്യോ? ഇല്ല, അവർ നല്ല പവറായിട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ ഞാനും വലുതല്ല നീയും വലുതല്ല, വി ആർ ഈക്വൽസ്. ഓക്കെ, ആ രീതിയിൽ കൊടുക്കുന്നത് പവറായിട്ട് ഇങ്ങനെ പഞ്ചായിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി സിസ്റ്റർ ചുരുക്കി പറഞ്ഞേട്ടെ, ഇന്ന് നമ്മൾ സംസാരിച്ചതെല്ലാം കൂടി ഒരു ക്യാപ്സ്യൂളാക്കി തരാം. ഓക്കെ, ഇന്ന് സംസാരിച്ചത് ശരീരഭാഷയെക്കുറിച്ചാണ്. അതായത് വാക്കുകൾ മാത്രമല്ല ആശയവിനിമയം നടത്തുന്നത്, നമ്മുടെ ഈ ശരീരവും ആശയവിനിമയം നടത്തും. അപ്പോൾ പിന്നെ അതിന് സിസ്റ്റർ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തന്നായിരുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, കുഞ്ഞിൻ്റെ ചലനങ്ങൾ വെച്ചാണ് അമ്മ കുഞ്ഞെന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അമ്മ മനസ്സിലാക്കിയെടുക്കുന്നത്. അല്ലേ? തംസ് ഡൗൺ ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ ഗുഡ് പറഞ്ഞു തന്നു, നോഡിങ് ഹെഡ് പറഞ്ഞു തന്നു. അതുപോലെ ഇതുപോലെ ഇങ്ങനെ കാണിച്ചാൽ വായോ വായോ അല്ലേ, ഇവിടെ ഇരിക്കൂ, ഇതൊക്കെയല്ലേ പറയുന്നില്ല, പക്ഷെ ശരീരം കൊണ്ട് കാണിക്കുന്നത്. അത് പറഞ്ഞു. പിന്നെ നമ്മൾ ശരീരഭാഷ വിധിക്കുമ്പോൾ, ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് പറഞ്ഞു തന്നത്? 1, ക്ലസ്റ്റർ. ഒരു സിമ്പിൾ കാര്യം വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യരുത്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വരും. ചിലപ്പോൾ കൈയും കാലും കണ്ണും ചിന്നും ഒക്കെ നോക്കി വേണം നമ്മളത് ചെയ്യാൻ. ക്ലസ്റ്റർ, ഒന്നിൽ കൂടുതൽ സിഗ്നൽ ശരീരം തരും. രണ്ടാമത്തേത് കോൺഗ്രുവൻസ്, പൊരുത്തം വേണം. വാക്കുകൾ തമ്മിലും ശരീരം തമ്മിൽ പൊരുത്തം ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, മൂന്നാമത്തേത് കോണ്ടെക്സ്റ്റ്, സാഹചര്യം. ഓക്കെ, ഇപ്പോൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കണ്ട് ഇങ്ങനെ നമ്മുടെ ആൾ ജയിക്കോ തോക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കണത്, ആ സാഹചര്യം വേറെ, ഒരു മരണ വീട്ടിൽ നിൽക്കുന്നത് വേറെ. ഓക്കെ, പിന്നെ സിസ്റ്റർ പറഞ്ഞു ഹൈ പവർ പോസും ലോ പവർ പോസും. ഹൈ പവർ നമ്മൾ ചെയ്യേണ്ടത്? സൂപ്പർ ഹീറോസിനെ പോലെ നിൽക്കുന്നത്, ടേബിളിൽ പിടിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്, ഇതൊക്കെ ഹൈ പവർ പോസാണ്. ലോ പവർ പോസ് നമ്മൾ ശരീരം ഇങ്ങനെ ചുരുക്കി വെച്ച് കൈയൊക്കെ ഇങ്ങനെ വെച്ച് നിൽക്കണേ. പിന്നെ വേറെ സംഭവം, ഈ കോണ്ടെക്സ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥനാ ചടങ്ങിലെ അനുസ്മരണ ചടങ്ങ് വേദികളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കാറുണ്ടല്ലേ. അത് ലോ പവർ പോസ് അല്ല, നമ്മൾ ഒരു ആദരവ് കാണിക്കുന്നത്, ബഹുമാനം കാണിക്കുന്നതാണ്. പിന്നെ പറഞ്ഞു? പുഞ്ചിരിയുടെ കാര്യം പറഞ്ഞു തന്നല്ലേ. സിമ്പിൾ സ്മൈൽ, ബ്രോഡ് സ്മൈൽ, അപ്പർ ലിപ്പ് സ്മൈൽ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മുകൾ നിര പല്ല് കാണിച്ചുള്ള ചിരിയാണ്. ഐ കോണ്ടാക്ട് പറഞ്ഞു തന്നു. ഇവിടെ നോക്കി സംസാരിക്കാം, ഈ ഫ്രെയിം വർക്കിൽ സംസാരിക്കാം, ശരീരം മുഴുവൻ സ്കാൻ ചെയ്ത് നോക്കാം. ഏതാ ബെസ്റ്റ് എന്ന് പറഞ്ഞു തന്നെ ഇവിടെ കേട്ടോ. മക്കൾ ചെയ്യേണ്ടത് കണ്ണിൽ, ഇവിടെ ഈ ഭാഗങ്ങളിൽ, ചുണ്ടിൽ ഒക്കെ നോക്കി നമുക്ക് സംസാരിക്കാം. ഒരാളോട് സംസാരിക്കുമ്പോൾ അത് ബെസ്റ്റ് ലുക്കാണ്. ഓക്കെ, പഠിക്കാനിരിക്കുമ്പോഴൊക്കെ കൈ തുറന്ന്, കാല് പ്രത്യേകിച്ച് എപ്പോഴും ക്രോസ് ലെഗ് ആകാനാണ് സാധ്യത. അപ്പം ഒരു 5-6 തവണയൊക്കെ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പിന്നെ വന്നോളും, ശീലമായിക്കോളും. ഓക്കെ, കൈ തുറന്നിരിക്കുമ്പോൾ അത് ഹൈ പവർ പോസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കൈ ഉയർത്തി പിടിക്കത്തില്ലേ, ഇത് ഓപ്പൺ ആംസ്, എനർജി പോസിറ്റീവാണ്. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കില്ലേ, ഹായ് ഹായ് ഞാൻ ഉത്തരം പറയാം എന്ന് പറയത്തില്ലേ, ഇത് ലോ കോൺഫിഡൻ്റ് ആണ്. ഇങ്ങനെ വെക്കുമ്പോൾ അത് ഹൈ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, എനിക്കറിയാം, അല്ല ആത്മവിശ്വാസമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ മത്സരത്തിലൊക്കെ കാണിക്കത്തില്ല, ഇതൊക്കെ വിജയം, പ്രൈഡ്, അഭിമാനം, ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരീരം സംസാരിക്കും, ശരീരം കള്ളം പറയില്ല. അതുകൊണ്ട് നല്ല നല്ല ശീലങ്ങൾ, നല്ല നല്ല പ്രാക്ടിക്കലായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ശരീരഭാഷ നമുക്ക് പഠിച്ചിരിക്കാം. അപ്പം മക്കളെ, നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ നമുക്ക് ബൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നന്നായിട്ടൊന്ന് ബ്രീതൊക്കെ ചെയ്ത് ശ്വാസമെടുത്ത് ഓക്കെ, എന്നെ ഒന്ന് കൈകോപ്പി പിടിക്കാം. എൻ്റെ ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായിട്ട് അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ ശ്വാസവും, ഞങ്ങളുടെ ഓരോ ശരീരഭാഷയും, ഓരോ വികാരങ്ങളും വിചാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പഠനങ്ങളും എല്ലാം ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു.
ഈശോയെ നോക്കി നോക്കി മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയെ പഠിപ്പിച്ച് വളർത്തിയതുപോലെ എന്നെയും പഠിപ്പിക്കണമേ, എന്നെയും സഹായിക്കണമേ. അമ്മയുടെ മടിത്തട്ടിലിരുത്തി എനിക്കും വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ